ഈ കഥയിലെ കഥാപാത്രം നമുക്ക് എന്ത് പേര് വേണമെങ്കിൽ വിളിക്കാം. ഞാൻ അയാളെ രമേഷ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ രമേഷ് ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പോൾ ദേഷ്യം അവനെ ഒരിക്കലും പിടിച്ചു നിർത്താൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോൾ ദേഷ്യം പിടിച്ചു നിർത്താൻ കഴിയാതെ വന്നപ്പോൾ അവൻ്റെ അച്ഛൻ അവനോട് പറഞ്ഞു, ഒരു പലക കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, ഈ പലകയിൽ ഞാൻ ഈ തരുന്ന ആണിയൊക്കെ നീ എന്ത് ചെയ്യണം, ദേഷ്യം വരുമ്പോൾ ഇതിനെ അടിച്ചു കയറ്റണം എന്ന് പറയാം. അപ്പോൾ ഈ രമേഷ് എന്തെന്ന് അറിയോ, ദേഷ്യം വരുമ്പോൾ സമയത്ത് ഭയങ്കര ശക്തിയോടെ ഈ ആണി ചുറ്റിക ഉപയോഗിച്ച് ഈ പലകയിൽ അടിച്ചു കയറ്റുകയാണ്. അങ്ങനെ ആദ്യത്തെ ദിവസം ദേഷ്യം വരുമ്പോൾ ഏതാണ്ട് ഒരു 10-40ഓളം ആണി അടിച്ചു കയറ്റി അച്ഛനെ കാണിച്ചു. അച്ഛൻ പറഞ്ഞു, അടുത്ത ദിവസം നീ എന്ത് ചെയ്യും, ദേഷ്യം വരുമ്പോൾ ആണി അടിക്കാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം അതിൻ്റെ എണ്ണം കുറഞ്ഞ് 30ആയി. പിന്നീട് അടുത്ത ദിവസം അത് ഏതാണ്ട് ഒരു 10ഓളം ആണിയിലേക്ക് ചുരുങ്ങി. പിന്നീട് അവന് ആണി അടിക്കാൻ വേണ്ടി തോന്നുന്നില്ല. ദേഷ്യം പതിയെ പതിയെ ഇങ്ങനെ കുറയാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇനി നിനക്ക് ദേഷ്യമില്ലാത്ത സമയത്ത് നീ ആണികളൊക്കെ പതിയെ വലിച്ചെടുക്കണം എന്ന് പറഞ്ഞു. രമേഷ് ഈ ആണികൾ ഇതേ ചുറ്റിക ഉപയോഗിച്ച് വലിച്ചെടുക്കാൻ നോക്കുമ്പോൾ ഭയങ്കര പാടാണ്, നടക്കുന്നില്ല, എളുപ്പമല്ല. എന്തെങ്കിലും ആവട്ടെ, ഒരുവിധം തത്രപ്പെട്ട് ഒരുവിധം പണിപ്പെട്ട് രമേഷ് ഈ ആണികളൊക്കെ വലിച്ചെടുത്തു. പക്ഷെ വലിച്ചെടുക്കാൻ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രയാസം വളരെ വലുതാന്നുള്ള തിരിച്ചറിവിലേക്ക് അയാൾ എത്തുണ്ടായി. അവസാനം ആ പലക അച്ഛനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, ഈ പലകയിലേക്ക് നീ ഒന്ന് നോക്കി, ഞാൻ തന്ന സമയത്ത് ഈ പലകയിൽ ഒരു പാടും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം അതിൽ നിറയെ ആണിയുടെ തുളകളല്ലേ. ഇത് തന്നെയാണ് ജീവിതത്തിൽ. നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ അതുപോലെ മറ്റാളുകളെ നമ്മളത് പ്രയോഗിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് നമ്മൾ മറ്റൊരാളോട് പ്രകടിപ്പിക്കുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാവുന്ന ആഘാതങ്ങൾ ഈ പലകയിൽ ആണിയടിച്ച് കയറ്റിയ പോലെ തന്നെയാണ്. പിന്നീട് നമ്മളുടെ ദേഷ്യം കൊണ്ട് മറ്റൊരാളുണ്ടാക്കിയ ആഘാതം ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി കഴിയില്ല. ഇത് നിത്യജീവിതത്തിൽ ഒരുപാടുണ്ട്, നമുക്കൊന്ന് നോക്കാം. നമസ്കാരം, വിനോജ് മാഷ്. VC ടോക്സിന്റെ പുതിയ വർത്തമാനത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്നത്തെ വർത്തമാനം നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്, ഒരു മാനസിക പ്രശ്നം കൂടിയാണ്. ആങ്കർ എന്ന് പറയും, ദേഷ്യം അല്ലേ. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിലൂടെ, സൈക്കോ അനലിറ്റിക് തിയറിയിലൂടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു വെക്കുന്നുണ്ട്, മനുഷ്യന് 2 തരത്തിലുള്ള ഇൻസ്റ്റിങ്റ്റുകളാണ് ഉള്ളത്. അതിലൊന്ന് ലൈഫ് ഇൻസ്റ്റിങ്റ്റ് ആണ്, ഒന്ന് ഡെത്ത് ഇൻസ്റ്റിങ്റ്റ് ആണ്. ലൈഫ് ഇൻസ്റ്റിങ്റ്റ് എന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടി പ്രേരണ നൽകുന്ന ചില കാര്യങ്ങളാണ്. അതിൽ വരുന്നതാണ് നമ്മുടെ ലവ്, തേഴ്സ്റ്റ്, ഹങ്ങർ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഞാൻ അതിൻ്റെ കൂടുതൽ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. മറ്റൊന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഡെത്ത് ഇൻസ്റ്റിങ്റ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഡെത്ത് ഇൻസ്റ്റിങ്റ്റിനെ അദ്ദേഹം തനത്തോസ് എന്നാണ് വിളിച്ചത്. നേരത്തെ പറഞ്ഞ ലൈഫ് ഇൻസ്റ്റിങ്റ്റിനെ അദ്ദേഹം ഇറോസ് എന്നാണ് വിളിച്ചത്. അപ്പോൾ ഡെത്ത് ഇൻസ്റ്റിങ്റ്റ് ആയിട്ടുള്ള തനതോസിൽ കിടക്കുന്ന ആളുകളാണ് ഒന്ന് നമ്മളുടെ ഹെയ്റ്റ്, നമുക്ക് തോന്നുന്ന വെറുപ്പ്, ഒന്ന് ആങ്കർ, ഒന്ന് അഗ്രഷൻ എന്ന് പറഞ്ഞാൽ ദേഷ്യം അല്ലെങ്കിൽ മറ്റുള്ളവരോട് കാണുന്ന കോപം പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻവി, ജലസ്, ഇതൊക്കെ നമ്മുടെ തനത്തോസ് എന്ന് പറയുന്ന ഡെത്ത് ഇൻസ്റ്റിങ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 2 തരം ഇൻസ്റ്റിങ്റ്റുകൾ മനുഷ്യനുണ്ട് എന്നാണ് സൈക്കോ അനലിറ്റിക് തിയറിയിലൂടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അപ്പോൾ അതിലെ തനത്തോസ് അതിൽ ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന ദേഷ്യം. നോക്കൂ, ദേഷ്യം കൊണ്ട് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടാകും. ചില ഘട്ടങ്ങളിലൊക്കെ നമുക്ക് പറയാം, ചില സാഹചര്യങ്ങൾക്ക് ഒരുപക്ഷെ ദേഷ്യം കൊണ്ട് ഗുണമുണ്ടായെന്ന് വരാം. നമ്മൾ ആരെങ്കിലും അപ്രതീക്ഷിതമായി ആക്രമിക്കാൻ വരുന്ന സമയത്തൊക്കെ ദേഷ്യം വരുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണരുകയും നമുക്ക് ചില ഗുണങ്ങളൊക്കെ വരാം. പക്ഷെ കൂടുതലും ദേഷ്യം കൊണ്ട് നമുക്ക് നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് ജീവിതത്തിലുണ്ട് അല്ലേ, ദാമ്പത്യ ജീവിതത്തിലുണ്ട്, അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്, നമ്മളുടെ ജോലി അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഫഷനിൽ അല്ലേ, നമ്മുടെ ഔദ്യോഗിക മേഖലയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മളുടെ സാമൂഹിക ജീവിതത്തിലും ദേഷ്യം കൊണ്ട് നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ എങ്ങനെ ഈ ദേഷ്യം വരണേ, ദേഷ്യത്തിന്റെ കാരണം എന്തൊക്കെയാ? പല പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, ഡിപ്രഷൻ വരുന്ന സമയത്ത് ചില ട്രോമകൾ സംഭവിക്കുമ്പോൾ ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനം മോഹഭംഗങ്ങളാണ്, ഫ്രസ്ട്രേഷൻസ് എന്ന് പറയും അല്ലെ. അതാണ് ഒന്ന്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ അമിതമായ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുക. ഇതൊക്കെ വെച്ച് പുലർത്തുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അറിയാൻ നമുക്ക് ദേഷ്യം വരാറുള്ളത്. പല കാരണങ്ങളുണ്ട്. ബൈപ്പോളാർ ഡിസോർഡർ പോലുള്ള ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ദേഷ്യത്തിലേക്ക് വഴിവെക്കാറുണ്ട്. ഇത് മാത്രമല്ല, ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ BP ഭയങ്കരമായിട്ട് കൂടും, BP അൺകൺട്രോൾഡ് ആയിട്ട് പോകും. ഇത് മാത്രമല്ല, ഹാർട്ട് ഡിസീസ് ഒക്കെ നമുക്കുണ്ടാവും. അതുമല്ല, സ്കിൻ പ്രോബ്ലംസ് നമുക്കുണ്ടാവും, ഡൈജസ്റ്റീവ്, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ തന്നെ സെൽഫ് ഹാം എന്ന് പറയും, നമ്മളെ തന്നെ ദ്രോഹിക്കുന്ന അവസ്ഥയൊക്കെ ദേഷ്യം വരുമ്പോൾ സംഭവിക്കാം. അതൊക്കെ ഭയങ്കര അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. അപ്പൊ ദേഷ്യത്തിന്റെ കാരണം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ദേഷ്യം വന്നാൽ സംഭവിക്കാവുന്ന നമ്മളുടെ ശാരീരിക അവസ്ഥകളെ, മാനസിക അവസ്ഥകളെ നമുക്കറിയാം. അപ്പൊ എങ്ങനെ ഈ ദേഷ്യത്തെ നമുക്ക് ഇല്ലാതെയാക്കാൻ പറ്റുക? ഞാൻ മനസ്സിലാക്കി വെച്ച, ഞാൻ തന്നെ പ്രയോഗിച്ച സൂത്രങ്ങളൊക്കെ ഉണ്ട്.
അതിലെ ഏറ്റവും പ്രധാനം ആദ്യഘട്ടത്തിൽ ഞാൻ ആരംഭിച്ചത് എണ്ണുകയായിരുന്നു, നമ്പറിങ്. ദേഷ്യം വരുന്ന സമയത്ത് എണ്ണും, 1 2 3 അങ്ങനെ. അപ്പൊ ആദ്യം ചിലപ്പോൾ ഒരു വളരെ എണ്ണം കൂടുതലൊക്കെ സംഭവിക്കാം, ഈ അണിയടിക്കുന്ന കഥ പറഞ്ഞ പോലെ. പക്ഷെ പിന്നീട് നമുക്ക് ആ എണ്ണം കുറച്ച് വരാൻ കഴിയാറുണ്ട്. സോ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഡിലേഡ് റെസ്പോൺസ് എന്ന് പറയും. ഈ ദേഷ്യത്തിന് കാരണമായിട്ടുള്ള ട്രിഗർ വന്ന ആ സമയത്ത് തന്നെ പ്രതികരിക്കാതെ ഒരല്പസമയം കഴിഞ്ഞ് പ്രതികരിക്കുക. നമ്മൾ പറയും 2 രീതിയിലുള്ള ബ്രെയിനാണ് നമുക്കുള്ളത്, ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും. റൈറ്റ് ബ്രെയിനാണ് കൂടുതൽ തിങ്കിങ്, ഇമാജിനേറ്റീവ്, ക്രിയേറ്റീവ്. ലെഫ്റ്റ് ബ്രെയിൻ ലോജിക്കാണ്. ഇത് രണ്ടും കൂടി സമന്വയിച്ചാലാണ് നമുക്ക് നന്നായി പ്രതികരിക്കും എന്ന് പറയില്ലേ, ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയില്ലേ. അപ്പൊ ആ രീതിയിൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ അല്പം ഡിലേഡ് റെസ്പോൺസ്, താമസിച്ചുകൊണ്ട് പ്രതികരിക്കുന്നത് ദേഷ്യം നമുക്ക് ഇല്ലാതാക്കുന്ന പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ കൊണ്ടൊരു സൂത്രം, മൂക്ക് കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് കണ്ണടച്ച് വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നതിനാണ് മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. കുറെ തന്ത്രങ്ങൾ വേറെ ഉണ്ട്, ഞാൻ അതിന്റെ ഏറ്റവും ലളിതമായതാണ് പറയുന്നത്. അതിലൊരു 987 ടെക്നിക്ക് ഉണ്ട്. നമ്മളൊരു 9 വരെ എണ്ണി മൂക്ക് കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ബ്രീത്ത് നമ്മൾ എന്നിട്ട് ഹോൾഡ് ചെയ്യുന്നു, ഒരു 8 വരെ എണ്ണിയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു, ഒരു 7 വരെ എണ്ണി വായിലൂടെ. ഇങ്ങനെ നമുക്ക് മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നുള്ളതാണ്. മറ്റൊന്ന്, ദേഷ്യം വരുമ്പോൾ നമുക്ക് നടക്കാൻ പോവാം, നടക്കാൻ ഇറങ്ങാം. ദേഷ്യം വരാതിരിക്കാനുള്ള സൂത്രം കൂടിയുണ്ട്, നമുക്ക് നന്നായിട്ട് എക്സസൈസ് ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ്. ഇങ്ങനെ ഒരുപാട് സൂത്രങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം ആ സമയത്ത് നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഡൈവേർട്ടഡ് ആവുക എന്നുള്ളതാണ്. അതാ ഞാൻ നടക്കാൻ ഇറങ്ങാനൊക്കെ പറഞ്ഞു, നടക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു. ഭക്ഷണവും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. നമുക്ക് നന്നായിട്ട് പച്ചക്കറികൾ, നന്നായിട്ട് പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ദേഷ്യം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുന്നത് അങ്ങനെയാണ്. പണ്ട് സോക്രട്ടീസിന്റെ ഒരു കഥ കൂടിയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് അയാളോട് ഭയങ്കരമായി ദേഷ്യപ്പെടുക. അപ്പൊ ഇയാൾക്ക് ഇല്ലാത്ത കുറെ, അല്ലെങ്കിൽ ഇയാൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ദേഷ്യപ്പെടണേ. സോക്രട്ടീസ് ഒന്നും പ്രതികരിക്കുന്നില്ല. അവസാനം അയാൾ പോയപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അങ്ങ് ഇതൊക്കെ കേട്ടിരുന്നത്, അങ്ങേക്ക് പറയായിരുന്നില്ലേ അയാളോട് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, അയാളൊരു സമ്മാനമായിട്ടാണ് വന്നത്, ആ സമ്മാനം എനിക്ക് തരാൻ വേണ്ടി അദ്ദേഹം കുറേ ശ്രമിച്ചു, അയാളുടെ കയ്യിലുള്ളത്. പക്ഷെ ഞാനത് വാങ്ങിക്കാൻ കൂട്ടാക്കിയില്ല. ഇപ്പൊ ആ സമ്മാനം ആരുടെ കയ്യില? അയാളുടെ കയ്യിൽ മാത്രമാണ്. ഞാനത് ഏറ്റെടുക്കുമ്പോഴാണ് അത് എൻ്റെ കൂടിയാവുന്നത്. ഞാനത് ഏറ്റെടുക്കാൻ ഒരുക്കമല്ല എന്ന് സോക്രട്ടീസ് മറുപടി പറയുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ് ദേഷ്യവും. മറ്റൊരാൾ ദേഷ്യവുമായി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ സ്വീകരിക്കണം നിർബന്ധമൊന്നുമില്ല. അവരുടെ മാനസികാവസ്ഥ എന്തിനാണ് നമ്മളിൽ പ്രതിഫലിപ്പിക്കേണ്ട കാര്യം? അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ സൂത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ദേഷ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ അതൊക്കെ ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ അത് വളരെ ഗുണകരമായി തോന്നും എന്നതുകൊണ്ടാണ് ഇത്തരം ഒരു വർത്തമാന ശകലവുമായി ഞാൻ വന്നത്. പ്രിയപ്പെട്ടവരെ, VC ടോക്സിന്റെ കൂടുതൽ വർത്തമാനവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇത്തരത്തിലുള്ള ശകലങ്ങൾ, വർത്തമാനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുക. മറ്റൊരു വർത്തമാനമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ടാറ്റ.